ഹലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ബ്രേക്ക് ഇവൻ പോയിന്റും പ്രോഫിറ്റ് വോളിയം റേഷ്യോ PV റേഷ്യോ അതുമായിട്ട് ബേസ് ചെയ്ത കുറേ പ്രോബ്ലംസ് ഒക്കെയാണ് പഠിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ബ്രേക്ക് ഇവൻ ചാർട്ട് എന്താണ്, ബ്രേക്ക് ഇവൻ ചാർട്ട് എങ്ങനെയാണ് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പുതിയ ടോപ്പിക്കിലോട്ട് കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കുറച്ച് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം. വേറൊന്നുമല്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ പുതിയ ടോപ്പിക്കിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്ക് ഈവൻ ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിക്കുന്നതിന് മുമ്പ് ആദ്യം എന്താണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോകാം. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്താണ്? സോ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബിസിനസ്സിൽ ഒരു പോയിന്റിൽ വെച്ച് നമ്മൾ ബിസിനസ്സിൽ ചിലവാക്കിയ പൈസയും അല്ലെങ്കിൽ എമൗണ്ടും പിന്നെ നമുക്ക് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനവും രണ്ടും ഈക്വൽ ആവും. അതായത് ബിസിനസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കോസ്റ്റും ടോട്ടൽ റവന്യൂവും ഈക്വൽ ആവും എന്ന് പറയും. ഈ പോയിന്റിനാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഈ പോയിന്റിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് ലാഭവും ഇല്ല നഷ്ടവും ഇല്ല. ബിസിനസ് ഹാസ് നോ പ്രോഫിറ്റ് നോർ ലോസ്. ബിസിനസ്സിന് ലാഭവും ഇല്ല നഷ്ടവും ഇല്ല. ബിസിനസ്സിന് നമ്മൾ എത്രമാത്രം എമൗണ്ട് ആണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത്രമാത്രം വരുമാനമാണ് നമുക്ക് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ ആ പോയിന്റാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുക. ആ പോയിന്റിൽ നമുക്ക് ബിസിനസ്സിന് ലാഭവും ഇല്ല നഷ്ടവും ഇല്ല. അപ്പോൾ ഈ പോയിന്റിൽ നമ്മളെ പ്രോഫിറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 0 ആണെന്ന് പറയാം. ഈ പോയിന്റിൽ നമ്മളെ ലോസ് എത്രയാണെന്ന് പറഞ്ഞാലും 0 ആണെന്ന് പറയാം. സോ ബ്രേക്ക് ഈവൻ പോയിന്റ് is that point of business or that point of sales where business has no profit nor loss and the total cost becomes equal to total revenue. പിന്നെ ബ്രേക്ക് ഈവൻ പോയിന്റിനെ പറ്റി നമ്മൾ ആധികാരികമായിട്ട് പഠിക്കുന്നതിനെ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുമെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. എന്താണ് ബ്രേക്ക് ഈവൻ അനാലിസിസ്? ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഒന്ന് കോസ്റ്റ്, പിന്നെ വോളിയം ഓഫ് ഔട്ട്പുട്ട്, പിന്നെ പ്രോഫിറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബ്രേക്ക് ഈവൻ അനാലിസിസിന് വേറൊരു പേര് പറയുന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. CVP അനാലിസിസ് എന്നൊക്കെ പറയും എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഇത്രയും ബേസ് നമ്മളെ മനസ്സിൽ വേണം. എന്താണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബ്രേക്ക് ഈവൻ ചാർട്ട് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. ബ്രേക്ക് ഈവൻ ചാർട്ട്. അപ്പോൾ എന്തായിരിക്കും ബ്രേക്ക് ഈവൻ ചാർട്ട്? നമുക്കൊന്ന് ഗസ് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ ഈ ബ്രേക്ക് ഈവൻ ചാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പഠിച്ച ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ നമ്മളെ ബ്രേക്ക് ഈവൻ അനാലിസിസിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ബ്രേക്ക് ഈവൻ ചാർട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഗ്രാഫിക്കലി ഈ ബ്രേക്ക് ഈവൻ അനാലിസിസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് റെപ്രസെൻ്റ് ചെയ്ത് നോക്കുക. അതിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ സെയിൽസിനെ റെപ്രസെൻ്റ് ചെയ്യും, പിന്നെ ഫിക്സഡ് കോസ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യും, പിന്നെ വേരിയബിൾ കോസ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യും, പിന്നെ ബിസിനസ്സിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കിട്ടുന്നത് അതിനെയും നമ്മൾ എന്ത് ചെയ്യും? ബിസിനസ്സിൽ റെപ്രസെൻ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രേക്ക് ഈവൻ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ബ്രേക്ക് ഈവൻ പോയിന്റ് അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ അനാലിസിസിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ ചാർട്ട് എന്ന് പറയുന്നത്. ഈ ബ്രേക്ക് ഈവൻ ചാർട്ടിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ബിസിനസ്സിൻ്റെ സെയിൽസ് എത്ര, ഫിക്സഡ് കോസ്റ്റ് എത്ര, വേരിയബിൾ കോസ്റ്റ് എത്ര, പ്രോഫിറ്റ് എത്ര, പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യും, ടോട്ടൽ കോസ്റ്റ് എത്ര. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കും ബ്രേക്ക് ഈവൻ അനാലിസിസിൽ. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ സെയിൽസ് കണ്ടുപിടിക്കും, ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കും, പിന്നെ വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കും, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കിയിട്ട് അത് അവിടെ മാർക്ക് ചെയ്യും, പിന്നെ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കും. പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റിനെ നമ്മൾ ആ ചാർട്ടിൽ മാർക്ക് ചെയ്യും. ബ്രേക്ക് ഈവൻ പോയിന്റിനെ നമ്മൾ മാർക്ക് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബ്രേക്ക് ഈവൻ ചാർട്ട് എന്ന് പറയുന്നത്. സോ ബ്രേക്ക് ഈവൻ ചാർട്ട് ഈസ് ആക്ച്വലി ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓർ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. അതിൽ നമ്മൾ ബിസിനസ്സിൻ്റെ ടോട്ടൽ സെയിൽസ് എത്ര, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എത്ര, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എത്ര, പിന്നെ ബിസിനസ്സിൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്ര, പിന്നെ ബിസിനസ്സിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കിട്ടിയത്, ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കും. എന്നിട്ട് അതിനെ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഒരു ക്വസ്റ്റ്യനിലോട്ട് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് ബ്രേക്ക് ഈവൻ ചാർട്ട് എന്ന് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് പോകാം. അപ്പം ബ്രേക്ക് ഈവൻ ചാർട്ട് is a graphical representation
or presentation of break-even analysis. ഞാൻ പറഞ്ഞു break-even analysisന്റെ graphical representation ആണ് നമ്മൾ break-even chart എന്ന് പറയുന്നത്. അപ്പോൾ break-even analysis നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്? കോസ്റ്റ്, വോളിയം ഓഫ് ഔട്ട്പുട്ട്, പിന്നെ പ്രോഫിറ്റ്. അപ്പോൾ ഈ കോസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമ്മൾ രണ്ട് കോസ്റ്റുകൾ അതിൻ്റെ അകത്ത് റെപ്രസെൻറ്റ് ചെയ്യും. ഒന്ന് ഫിക്സഡ് കോസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യും, പിന്നെ വേരിയബിൾ കോസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യും. ഇത് രണ്ടുമാണ് നമ്മൾ കോസ്റ്റ് എന്നുള്ളതിൽ ബ്രേക്ക് ഇവൻ ചാർട്ടിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് പോയിന്റ് ചെയ്യുന്നത്, ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിക്സഡ് കോസ്റ്റിനെയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഈ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നതിന് നമ്മൾ എന്തോ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു. ഇതിനെ ടോട്ടൽ കോസ്റ്റ് എന്ന് നമ്മൾ പറയും, ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ അങ്ങനെ ഈ ബ്രേക്ക് ഇവൻ അനാലിസിസിലെ കോസ്റ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്യും. ഒന്ന് ഫിക്സഡ് കോസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യും, വേരിയബിൾ കോസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യും. ഇത് രണ്ടിനെയും കൂടെ നമുക്ക് ഒറ്റയ്ക്ക് പറയാം ടോട്ടൽ കോസ്റ്റ്. അങ്ങനെ ടോട്ടൽ കോസ്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യും. പിന്നെ ഈ വോളിയം ഓഫ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ഓഫ് ഔട്ട്പുട്ടിൻ്റെ വേറൊരു പേരാണ് ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ വോളിയം ഓഫ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിൽസ്. അപ്പോൾ ടോട്ടൽ സെയിൽസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. പിന്നെ ബിസിനസ്സിന് പ്രോഫിറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ പ്രോഫിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യും. അതാണ് ഇറ്റ് ഷോസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെയിൽസ്, ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാവരുടെയും റിലേഷൻഷിപ്പിനെയാണ് ഈ ബ്രേക്ക് ഇവൻ ചാർട്ടിൽ കാണിക്കുന്നത്. ആൻഡ് ബ്രേക്ക് ഇവൻ ചാർട്ട് ഷോസ് ദ പ്രോഫിറ്റ് ഓർ ലോസ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഔട്ട്പുട്ട്. നമ്മുടെ ബിസിനസ്സിൽ ലാഭമാണോ നഷ്ടമാണോ എന്ന് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ ഗ്രാഫിക്കലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുക? ബ്രേക്ക് ഇവൻ ചാർട്ട് എന്ന് പറയുക. ബ്രേക്ക് ഇവൻ ചാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ബ്രേക്ക് ഇവൻ അനാലിസിസ്. ഈ ബ്രേക്ക് ഇവൻ അനാലിസിസിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് ബ്രേക്ക് ഇവൻ ചാർട്ട് എന്ന് പറയുന്നത്. ബ്രേക്ക് ഇവൻ ചാർട്ടിനകത്ത് നമുക്ക് ബ്രേക്ക് ഇവൻ അനാലിസിസ് എന്താണെന്ന് അറിയാം. കോസ്റ്റ്, വോളിയം, പ്രോഫിറ്റ്, ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ബ്രേക്ക് ഇവൻ അനാലിസിസ് എന്ന് പറയുക. ഈ കോസ്റ്റിൻ്റെ അകത്ത് എന്തൊക്കെ കോസ്റ്റുകളുണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള? ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, വേരിയബിൾ കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കോസ്റ്റിനെ നമ്മൾ ഒരുമിച്ച് പറയുന്നതാണ് ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യും. പിന്നെ വോളിയം ഓഫ് ഔട്ട്പുട്ട്. വോളിയം ഓഫ് ഔട്ട്പുട്ടിൻ്റെ വേറെ പേരാണ് ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത്. പിന്നെ പ്രോഫിറ്റ്. ഇതിനെല്ലാം നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യും. നമ്മളിതെല്ലാം റെപ്രസെൻറ്റ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും ബിസിനസ്സിൽ ലാഭമാണോ ലോസ് ആണോ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റിനെയും കൂടെ അതിൽ നിന്ന്, പ്രോഫിറ്റ് ആണെങ്കിൽ ബിസിനസ്സിൽ പ്രോഫിറ്റ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും, ലോസ് ആണെങ്കിൽ ലോസ് ആണെന്ന് ഗ്രാഫിക്കലി മാർക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ഗ്രാഫിക്കലി ഒരു സാധനം കൂടെ മാർക്ക് ചെയ്യും. ഗ്രാഫിക്കലി വി റെപ്രസെൻറ്റ് എന്തും കൂടെ റെപ്രസെൻറ്റ് ചെയ്യുമെന്ന് പറയാം? ബ്രേക്ക് ഈവൻ പോയിന്റ് കൂടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. എന്ത് റെപ്രസെൻറ്റ് ചെയ്യും? ബ്രേക്ക് ഈവൻ പോയിന്റ്. അപ്പോൾ ഇത് ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് ബിസിനസ്സിൻ്റെ ബ്രേക്ക് ഈവൻ പോയിന്റ് ഏതാണെന്ന് മനസ്സിലാവും. അപ്പോൾ അതും കൂടെ നമ്മൾ മാർക്ക് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബ്രേക്ക് ഈവൻ ചാർട്ടിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് നമുക്ക് എന്തുവാ നമുക്കൊരു ബ്രേക്ക് ഇവൻ ചാർട്ട് വരയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ബ്രേക്ക് ഇവൻ ചാർട്ട് വരയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ബ്രേക്ക് ഇവൻ ചാർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബ്രേക്ക് ഈവൻ. ഇറ്റ് ഈസ് ദി റെപ്രസെൻറ്റേഷൻ ഓഫ് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിൽ ആണ് അതിൽ മാർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആദ്യം നമ്മൾ പറഞ്ഞു ഫിക്സഡ് കോസ്റ്റിനെ മാർക്ക് ചെയ്യും. പിന്നെ നമ്മളൊരു കാര്യം പറഞ്ഞു ടോട്ടൽ കോസ്റ്റിനെ മാർക്ക് ചെയ്യും. പിന്നെ വേരിയബിൾ കോസ്റ്റിനെ മാർക്ക് ചെയ്യും. ഈ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും കൂടെ ചേരുന്നതാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞു. ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, പിന്നെ ബിസിനസ്സിൻ്റെ സെയിൽസ് അല്ലെങ്കിൽ ടോട്ടൽ സെയിൽസിനെ മാർക്ക് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മാർക്ക് ചെയ്യും. പിന്നെ ബിസിനസ്സിന് പ്രോഫിറ്റ് ആണോ കിട്ടുന്നത് ലോസ് ആണോ കിട്ടുന്നത് അത് നമ്മൾ ഇതിലോട്ട് മാർക്ക് ചെയ്യും. പിന്നെ ബിസിനസ്സിൻ്റെ ബ്രേക്ക് ഈവൻ പോയിന്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ബ്രേക്ക് ഈവൻ ചാർട്ടിൽ മാർക്ക് ചെയ്യും. ഇനി റഫായിട്ട് എങ്ങനെയാണ് നമുക്ക് ഒരു ബ്രേക്ക് ഈവൻ ചാർട്ട് വരയ്ക്കാം എന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് ഫിക്സഡ് കോസ്റ്റ് വരയ്ക്കണം. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റ് എന്തുവാണ്? നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കോസ്റ്റിനെയാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചായിരുന്നു. അതായത് ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് എപ്പോഴും അത് ഫിക്സ്ഡ് ആയിരിക്കും. അത് ഒരിക്കലും നമ്മുടെ വോളിയം ഓഫ് ഔട്ട്പുട്ടിനനുസരിച്ച് മാറത്തില്ല. അപ്പോൾ ഇന്നൊരു 1000 രൂപയാണ് ഫിക്സഡ് കോസ്റ്റ് എങ്കിൽ അടുത്ത മാസം അത് 1000 രൂപയായിരിക്കും. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് റിമൈൻസ് ഫിക്സ്ഡ് ഓർ കോൺസ്റ്റന്റ് ഫോർ എ ലെവൽ ഓഫ് പീരീഡ് ഓഫ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിനെയാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റിൻ്റെ പ്രത്യേകത, ഇപ്പോൾ ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും എന്തായിരിക്കും? ഫിക്സഡ് കോസ്റ്റ് ഓരോ വർഷം എമൗണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫിക്സഡ് കോസ്റ്റിനെ ആദ്യം നമ്മൾ
ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കുക. സ്ട്രെയിറ്റ് ആയിരിക്കും. നമ്മൾ ഫിക്സഡ് കോസ്റ്റിൻ്റെ ലൈൻ എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. കാര്യം അത് നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് എല്ലാ വർഷവും സെയിം ആയതുകൊണ്ട് നമ്മൾ ഗ്രാഫിക്കലി ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. ഫിക്സഡ് കോസ്റ്റ്, അതാണ് ഫിക്സഡ് കോസ്റ്റ്. അപ്പം ഇത് ഫിക്സഡ് കോസ്റ്റ് ആണ്. നമ്മൾ ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും ഇതിനെ, എന്നിട്ട് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് എഴുതി വയ്ക്കും. ഇത് നമുക്ക് അറിയണ്ടേ ഫിക്സഡ് കോസ്റ്റ് ആണ്. അപ്പോൾ ഇതാണ് ഫിക്സഡ് കോസ്റ്റ്. ഈ ബ്ലൂ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തേക്കുന്നതാണ് ഫിക്സഡ് കോസ്റ്റ്. നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് അത് ഹൈലൈറ്റ് ചെയ്തേ. ഫിക്സഡ് കോസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ കോസ്റ്റ് വരയ്ക്കും. ടോട്ടൽ കോസ്റ്റ് വരയ്ക്കും. ഇപ്പോൾ ടോട്ടൽ കോസ്റ്റ് എപ്പോഴും നമ്മൾ ഈ ഫിക്സഡ് കോസ്റ്റിൻ്റെ എബവ് ആയിട്ട് അല്ലെങ്കിൽ മുകളിലോട്ടായിട്ടായിരിക്കണം നമ്മൾ ടോട്ടൽ കോസ്റ്റ് വരയ്ക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് വരയ്ക്കേണ്ടത് ഇവിടെ നിന്ന് ഇതിൻ്റെ മുകളിൽ നിന്നായിരിക്കും നമ്മൾ ടോട്ടൽ കോസ്റ്റ് വരയ്ക്കുന്നത്. ഇവിടെ നിന്നായിരിക്കും നമ്മൾ ടോട്ടൽ കോസ്റ്റ് ഇങ്ങനെ വരയ്ക്കുന്നത്. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. ഞാൻ സ്കെയിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. നിങ്ങൾ വരയ്ക്കുമ്പോൾ സ്കെയിലിട്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇത് വരയ്ക്കാം. ഇതിനാണ് നമ്മൾ ടോട്ടൽ കോസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തു. ടോട്ടൽ കോസ്റ്റ് ടോട്ടൽ കോസ്റ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ടോട്ടൽ കോസ്റ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് വരയ്ക്കുന്നത് ടോട്ടൽ സെയിൽസ് ആണ്. അപ്പോൾ ടോട്ടൽ സെയിൽസ് വരയ്ക്കാം. അപ്പോൾ ഞാനിത് വേറൊരു കളർ സെലക്ട് ചെയ്താണ് വരയ്ക്കുന്നത്. ടോട്ടൽ സെയിൽസ് വരയ്ക്കുമ്പോൾ നമ്മൾ ഈ 0 വരെ ഈ പോയിന്റിൽ നിന്ന് ഇവിടെ നിന്ന് വേണം വരയ്ക്കാൻ. ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും താഴത്തെ പോയിന്റിൽ, അതായത് 0 എന്ന് പറഞ്ഞ ഈ പോയിന്റിൽ, എക്സ് ആക്സിസിലെ 0 എന്ന് പറഞ്ഞ ഈ പോയിന്റിൽ നിന്ന് വേണം നമ്മൾ ടോട്ടൽ സെയിൽസ് വരയ്ക്കേണ്ടത്. അത് എപ്പോഴും ശ്രദ്ധിക്കുക. ഇതും സ്ട്രെയിറ്റ് ആയിട്ട് വേണം നിങ്ങൾ വരയ്ക്കാൻ. ഞാൻ കൈയിട്ട് വരയ്ക്കുന്നതുകൊണ്ട് ഇത് ചരിഞ്ഞ് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്കെയിലിട്ട് വരയ്ക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇത് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതല്ല, ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഇത് പറഞ്ഞു തരുന്നത്. നമ്മൾ ആദ്യം ഫിക്സഡ് കോസ്റ്റ് വരച്ചു. ഈ ഫിക്സഡ് കോസ്റ്റിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ടോട്ടൽ കോസ്റ്റ് വരച്ചു. എന്നിട്ട് നമ്മൾ ഈ എക്സ് ആക്സിസിൻ്റെ 0 വരെ ഇവിടെ നിന്ന് നമ്മൾ ടോട്ടൽ സെയിൽസ് വാല്യൂ വരച്ചു. നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഇവിടെ കണ്ടോ, ഈ പോയിന്റിൽ വെച്ചാണ് എന്തൊക്കെ മീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ പോയിന്റിൽ വെച്ചാണ് ടോട്ടൽ കോസ്റ്റും ടോട്ടൽ സെയിൽസും മീറ്റ് ചെയ്യുന്നത്. ടോട്ടൽ കോസ്റ്റും ടോട്ടൽ സെയിൽസും മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ കോസ്റ്റും ടോട്ടൽ സെയിൽസും മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിനെയാണ് നമ്മൾ സെയിൽസിന് വേറെ എന്തോ ഒരു പേര് പറയും, റവന്യൂ എന്ന് പറയും. ഓക്കെ, ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റുമായിട്ട് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയും. എന്തോ പോയിന്റ് എന്ന് പറയും? ബ്രേക്ക് ഈവൻ പോയിന്റ്, BEP, അല്ലെങ്കിൽ നമ്മളവിടെ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയും. ബ്രേക്ക് ഈവൻ പോയിന്റ്. നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഹൈലൈറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ വേറൊരു കളർ എടുക്കുകയാണ്. നിങ്ങൾ ബുക്ക് വരയ്ക്കുമ്പം പെൻസിലിട്ട് വരച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവാൻ വേണ്ട ഹൈലൈറ്റ് നമ്മൾ ഇവിടെ വരയ്ക്കുമ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഈ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും നിങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ കിട്ടുന്നത്. ഞാനിത് ഇങ്ങനെ വരയ്ക്കുന്നതുകൊണ്ടാണ്, എനിക്ക് സ്കെയിലൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് നമ്മളിത് ഹൈലൈറ്റ് ചെയ്യുക. ബ്രേക്ക് ഈവൻ പോയിന്റ് ഹൈലൈറ്റ് ചെയ്യുക. ഈ ബ്രേക്ക് ഈവൻ പോയിന്റിലെ പ്രത്യേകത നമ്മൾ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ടോട്ടൽ സെയിൽസ് അല്ലെങ്കിൽ ടോട്ടൽ റവന്യൂയും ടോട്ടൽ കോസ്റ്റും രണ്ടും ഈക്വൽ ആവുന്ന ഈ പോയിന്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കിത് എക്സാക്റ്റായിട്ടിത് കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റില്ല, കാര്യം ഞാൻ കൈയിട്ടാണ് ഇത് വരയ്ക്കുന്നത്. അപ്പോൾ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഈ പോയിന്റാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും, ഇത് ടോട്ടൽ സെയിൽസ്, ഇത് ടോട്ടൽ കോസ്റ്റ്, ഈ പോയിന്റാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ വരയ്ക്കണം, അതായത് വേരിയബിൾ കോസ്റ്റ് വരയ്ക്കണം. ഇത് വരയ്ക്കണം വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വേറൊരു കളർ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് ഈ 0 വരെ, ഈ ടോട്ടൽ സെയിൽസിൻ്റെ അടുത്തുനിന്ന് വേണം നമ്മൾ വരച്ചു തുടങ്ങാൻ. വേരിയബിൾ കോസ്റ്റും വരയ്ക്കുകയാണ്. ബിസിനസിൻ്റെ വേരിയബിൾ കോസ്റ്റ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക.
ഇതിനാണ് നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുക. നിങ്ങൾ വരയ്ക്കുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുക. എനിക്കിത് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ ഡോട്ടഡ് ലൈൻസ് ആയിട്ട് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാര്യം നമുക്ക് ഇത് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുമ്പോൾ ഇത് വളയാൻ ചാൻസ് ഉണ്ട്. കാര്യം സ്കെയിൽ ഇല്ലാത്തതുകൊണ്ടേ. നിങ്ങൾ വരയ്ക്കുമ്പോൾ ബുക്കിലൊക്കെ വരയ്ക്കുമ്പോൾ സ്കെയിലിട്ട് വരയ്ക്കുക. അപ്പോൾ ഒരിക്കലും ഒരു വളവ് വരത്തില്ല. ഞാൻ ഈ വരച്ചത് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടത്തില്ല. കാര്യം ഞാനത് സ്കെയിലില്ലാണ്ടാണ് വരയ്ക്കുന്നത്. അങ്ങനെ എനിക്ക് വരയ്ക്കാൻ പറ്റും. ലിമിറ്റേഷൻ ഉണ്ട് എനിക്ക് വരയ്ക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രോഫിറ്റും ലോസും മാർക്ക് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പിന്നെ നമുക്ക് ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യും. ഈ ടോട്ടൽ സെയിൽസിലും ടോട്ടൽ കോസ്റ്റിൻ്റെ ഇടയിൽ നമുക്ക് ഒരു ആംഗിൾ ഫോം ചെയ്യും. ഈ ആംഗിളിനെ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയും. എന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയും. അതായത് ഇവിടെ ഫോം ചെയ്യും, പിന്നെ ഇവിടെയും ഫോം ചെയ്യും. ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിളിൻ്റെയും പേര് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് തന്നെയാണ് പറയുന്നത്. ഈ രണ്ട് ആംഗിൾസിനെയും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയും. പിന്നെ നമ്മൾ നേരത്തെ ക്ലാസ്സിലെല്ലാം പഠിച്ചിട്ടുള്ള ഒരു പോയിന്റാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ഞാൻ നേരത്തെ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. നമ്മളെ ഈ ബ്രേക്ക് ഇവൻ പോയിന്റ്, ഇതാണ് ബ്രേക്ക് ഇവൻ പോയിന്റ്. ഈ ബ്രേക്ക് ഇവൻ പോയിന്റിന് മുകളിലോട്ടുള്ള പോയിന്റ്സിന് സ്ഥലമാണ് നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയാം. ബ്രേക്ക് ഇവൻ പോയിന്റിന് മുകളിലോട്ടുള്ള പോർഷൻസ് എല്ലാം പ്രോഫിറ്റ് ആണ് നമുക്ക് പറയാം. ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ആണ് കാണിക്കുന്നത്. ഈ ബ്രേക്ക് ഇവൻ പോയിന്റ്, ഈ യെല്ലോ ഷെയ്ഡഡ് റീജിയനാണ് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഏരിയ എന്ന് പറയാം. അപ്പം നമുക്കിവിടെ പ്രോഫിറ്റ് എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ യെല്ലോ ഷെയ്ഡഡ് റീജിയനാണ് നമ്മൾ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുക. അതേപോലെ ഈ ലൈറ്റ് ആയിട്ടുള്ള ഈ ബ്ലൂ കൊണ്ട് ഞാൻ ഷെയ്ഡ് ചെയ്യുന്ന റീജിയൻസ് ആണ് ബിസിനസ്സിൻ്റെ ലോസ് എന്ന് പറയാം. കാര്യം എന്താണ്, ഈ ബ്രേക്ക് ഇവൻ പോയിന്റ് താഴോട്ടുള്ള പോയിന്റ് ആയതുകൊണ്ടാണ് അതിനെ ലോസ് എന്ന് പറയുന്നത്. ബ്രേക്ക് ഇവൻ പോയിന്റിന് താഴോട്ടുള്ള ഈ പോർഷന് നമ്മൾ എന്തോ ബിസിനസ്സിൻ്റെ ലോസ് ആയിട്ട് പറയും. ഈ പോർഷൻ ലോസ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന് തോന്നുന്നു എങ്ങനെയാണ് ബ്രേക്ക് ഇവൻ പോയിന്റ് വരയ്ക്കേണ്ടതെന്ന്. ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് ആദ്യം ഒരു ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് വരയ്ക്കുക. ഫിക്സഡ് കോസ്റ്റിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ എന്തോ വരയ്ക്കുക, ടോട്ടൽ കോസ്റ്റ് വരയ്ക്കുക. പിന്നെ അതിനെ ഈ 0 പോയിന്റിൽ നിന്ന് നമ്മൾ ടോട്ടൽ സെയിൽസ് വാല്യൂ വരയ്ക്കും. അതേപോലെ ആ 0 പോയിന്റിൽ നിന്ന് തന്നെ വേരിയബിൾ കോസ്റ്റ് വരയ്ക്കും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോട്ടൽ കോസ്റ്റ് എവിടെ വെച്ചാണോ ടോട്ടൽ കോസ്റ്റ് എവിടെ വെച്ചാണോ ടോട്ടൽ സെയിൽസ് വാല്യൂ മീറ്റ് ചെയ്യുന്നത്, ആ പോയിന്റിനെയാണ് നമ്മൾ എന്തോ പറയുക, ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കറക്റ്റായിട്ടൊരു ഐഡിയ കിട്ടാനാണ് ഇത്രയും പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് എന്തോ ആണ് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇത് ലോസ് വാല്യൂ, ഇത് പ്രോഫിറ്റ് വാല്യൂ. അപ്പം നിങ്ങൾക്കിത് റഫായിട്ടുള്ള ഒരു പടമാണ്. നമുക്ക് എക്സ് ആക്സിസിൽ ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ യൂണിറ്റ് വാല്യൂസ് ആണുള്ളത്. ഇവിടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ യൂണിറ്റ് വാല്യൂസ്. നമുക്ക് വൈ ആക്സിസിൽ കോസ്റ്റ് ആൻഡ് റവന്യൂ ആണ്. അത് റുപ്പീസിലായിരിക്കും അത് എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു റഫായിട്ട് എങ്ങനെയാണ് ഒരു ബ്രേക്ക് ഇവൻ ചാർട്ട് വരയ്ക്കേണ്ടതെന്ന് ഞാൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്നാലും ഞാൻ ഒന്നും കൂടെ ഒരു റഫായിട്ട് ഒരു ഫിഗർ വരച്ച് കാണിച്ചു തരാം. ആദ്യം നമ്മളൊരു എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇത് എക്സ്, ഇത് വൈ ആക്സിസ്. പിന്നെ ഇതിൽ ഒരു ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്. ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും ആദ്യം നമ്മൾ ഫിക്സഡ് കോസ്റ്റ് വരയ്ക്കുക. അതൊരു ഫിക്സഡ് വാല്യൂ ആയിരിക്കും, അതിനെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയും. പിന്നെ നമ്മൾ ഈ 0 എവിടെ നിന്ന് നമ്മൾ ഈ ഫിക്സഡ് കോസ്റ്റിൻ്റെ മുകളിൽ കൂടെ ടോട്ടൽ കോസ്റ്റ് വരയ്ക്കും, ടോട്ടൽ കോസ്റ്റ്. അതിനുശേഷം നമ്മൾ ഈ 0 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് നമ്മൾ ടോട്ടൽ സെയിൽസ് വാല്യൂ വരയ്ക്കും. ടോട്ടൽ സെയിൽസ് വാല്യൂ ഏതോ ഒരു പോയിന്റിൽ എത്തുമ്പോഴത്തേക്ക് ടോട്ടൽ കോസ്റ്റിനെ ഇൻ്റർസെക്റ്റ് ചെയ്യും. ഈ പോയിന്റാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ജോയിൻ ചെയ്ത് ഒന്ന് വരയ്ക്കുക. കാര്യം നമുക്ക് ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അത് വരയ്ക്കുക. അതിനുശേഷം നമ്മൾ വേരിയബിൾ കോസ്റ്റ് വരയ്ക്കുക. ഈ 0 ഇവിടുന്ന് തന്നെയാണ് നമ്മൾ വേരിയബിൾ കോസ്റ്റ് വരയ്ക്കുന്നത്. ഈ പോയിന്റിനെ നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്നും പറയും. അപ്പോൾ ഇതിൽ നമ്മളെല്ലാം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ പോയിന്റിൻ്റെ മുകളിലോട്ടുള്ള പോർഷനെ നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയും, പ്രോഫിറ്റ് ഏരിയ. അതുപോലെ ഈ പോയിന്റിൻ്റെ ബ്രേക്ക് ഇവൻ പോയിന്റ് താഴോട്ടുള്ള പോർഷനെ ലോസ് ഏരിയ എന്നും പറയും. ഇത് ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് ആണ്, നിങ്ങൾക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടി ഞാൻ വരച്ചെന്നുള്ളൂ. പിന്നെ ഇത് ഞാൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് വരച്ചതെന്നും എങ്ങനെയാണ് നമ്മളത് വരയ്ക്കുന്നതെന്നും കാണിച്ചെന്നേ ഉള്ളൂ. നമുക്ക് എക്സ് ആക്സിസിൽ എന്തോ ആണ്, വൈ ആക്സിസിൽ എന്താണെന്നുള്ള കാര്യം കൂടെ മറക്കല്. എക്സ് ആക്സിസിൽ ഔട്ട്പുട്ട് ആയിരിക്കും,
ഓക്കെ, എക്സ് ആക്സിസിൽ ഔട്ട്പുട്ട്, ഇവിടെയാണെങ്കിലോ ഔട്ട്പുട്ട് ആയിരിക്കും, അത് യൂണിറ്റ് വാല്യൂവിലായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ കോസ്റ്റ് ആയിരിക്കും, കോസ്റ്റ് അല്ലെങ്കിൽ റവന്യൂ ആയിരിക്കും എക്സ് ആക്സിസ് വൈ ആക്സിസിലുള്ളത്. സോറി, വരച്ചപ്പോൾ ഇത് എക്സ്, ഇത് വൈ ആക്സിസ്. കോസ്റ്റ് അല്ലെങ്കിൽ റവന്യൂ വാല്യൂ ആയിരിക്കും, ഇത് റുപ്പീസിലായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിൽ വെച്ചേക്കുക, എങ്കിലേ നമുക്ക് ഒരു ബ്രേക്ക് ഈവൻ അനാലിസിസ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മനസ്സിലാകത്തുള്ളൂ. നമുക്ക് ഇല്ലസ്ട്രേഷൻ 90 പോകാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ റിവൈസ് ചെയ്തൊന്ന് പഠിച്ചത് അത്രയും ഒന്ന് ആദ്യം നോക്കാം. ആദ്യം എന്താണ് ബ്രേക്ക് ഈവൻ പോയിന്റ് നമ്മൾ നോക്കി, അത് കഴിഞ്ഞാൽ എന്താണ് ബ്രേക്ക് ഈവൻ ചാർട്ട് എന്ന് പഠിച്ചു, ബ്രേക്ക് ഈവൻ ചാർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മളൊരു ബ്രേക്ക് ഈവൻ ചാർട്ട് അതിൻ്റെ പ്രത്യേകതകളെ പറ്റി ജസ്റ്റ് ഒന്ന് പഠിച്ചു. അതിനുശേഷം ബ്രേക്ക് ഈവൻ ചാർട്ട് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നമ്മൾ നോക്കി, ഗ്രാഫിക്കലി എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ഒരു റഫ് ഡയഗ്രാം വഴിയാണ് പഠിച്ചത്. ഇപ്പം നമ്മൾ ഈ വരച്ചത് ഒരു റഫ് ഡയഗ്രാമാണ്. നമ്മൾ കാര്യം ഇതിന് കാൽക്കുലേഷൻ ഒന്നും ഇല്ലാതെ റഫായിട്ടാണ് ഇത് വരച്ചത്. ഈ റഫ് ഡയഗ്രാം വരയ്ക്കാൻ പഠിച്ചാലേ നമുക്ക് ഒറിജിനൽ ആയിട്ടുള്ള ഡയഗ്രാം വരയ്ക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയാണ് ഞാൻ ഈ റഫായിട്ട് ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞത്. പിന്നെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള പോയിന്റാണ് ഞാൻ ഈ പറഞ്ഞ ഈ രണ്ട് പോയിന്റിൻ്റെ ഇടയ്ക്കുണ്ടാകുന്ന ആംഗിൾ, അതായത് നമ്മൾ ടോട്ടൽ സെയിൽസും ടോട്ടൽ കോസ്റ്റിനും ഇടയ്ക്കുണ്ടാകുന്ന ഈ ആംഗിളിനെ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുമെന്ന് പറഞ്ഞു. പിന്നെ ബ്രേക്ക് ഈവൻ പോയിന്റ് താഴെയുള്ള ലോസാണ്, മുകളിലുള്ള പ്രോഫിറ്റാണ്. പിന്നെ ഈ ടോട്ടൽ കോസ്റ്റും ടോട്ടൽ സെയിൽസും മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ ഞാനത് ജസ്റ്റ് ഒന്നും കൂടെ പെട്ടെന്ന് വരച്ച് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇപ്പോഴത്തേക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, ഇപ്പം ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങളെ ടെക്സ്റ്റിലെ ഇല്ലസ്ട്രേഷൻ 19 ആണ്. ടെക്സ്റ്റിലേത് ഈ ക്വസ്റ്റ്യൻ ഇല്ലസ്ട്രേഷൻ 19 ആണ്. ഞാനിവിടെ ഇല്ലസ്ട്രേഷൻ 19th ക്വസ്റ്റ്യൻ ആണ്. നമ്മളത് ഇവിടെ നോക്കിയതാണ്. ഇല്ലസ്ട്രേഷൻ 19 എന്ന് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഇല്ലസ്ട്രേഷൻ 19 ആണ്. ബ്രേക്ക് ഈവൻ പോയിന്റ് എങ്ങനെയാണ് വരയ്ക്കണതെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ആദ്യം ഒരു എക്സ് ആക്സിസിന് ചേർത്ത് അതിന് മുകളിലായിട്ട് ഫിക്സഡ് കോസ്റ്റ് ആദ്യം നമ്മൾ മാർക്ക് ചെയ്യുക. ഫിക്സഡ് കോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള കോസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അത് എല്ലാ വർഷവും അത് സെയിം ആയിരിക്കും. അതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ കിട്ടും ഫിക്സഡ് കോസ്റ്റ്. അത് കഴിഞ്ഞ് അതിന് തൊട്ട് മുകളിലായിട്ട് നമ്മൾ ടോട്ടൽ കോസ്റ്റ് വരയ്ക്കും. ഇതാണ് ടോട്ടൽ കോസ്റ്റിൻ്റെ വര. ടോട്ടൽ കോസ്റ്റ് വരയ്ക്കും. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഈ 0 വരെ അവിടെ നിന്ന് നമ്മൾ എന്തോ പറയും, ടോട്ടൽ സെയിൽസ് വാല്യൂ വരയ്ക്കും എന്ന് പറഞ്ഞു. ടോട്ടൽ സെയിൽസ് വാല്യൂ ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞു. പിന്നെ അതിന് താഴെ വേരിയബിൾ കോസ്റ്റ് വരയ്ക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. ജസ്റ്റ് ഒന്ന് നമ്മൾ റിവൈസ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോകാം. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ നോക്കുക. ഫ്രം ദ ഫോളോയിങ് particulars prepare a break even chart and determine the BEP. നമ്മൾ ബ്രേക്ക് ഈവൻ ചാർട്ട് ആദ്യം പ്രിപ്പയർ ചെയ്യണം, പിന്നെ ബ്രേക്ക് ഈവൻ പോയിന്റ് മാർക്ക് ചെയ്യണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ തന്നിട്ടുണ്ട് സെയിൽസ് 800 യൂണിറ്റ്സ് തന്നിട്ടുണ്ട്, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ₹10 തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 7 തന്നിട്ടുണ്ട്, ഫിക്സഡ് കോസ്റ്റ് ₹1500 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ വെച്ച് നമ്മൾ ആദ്യം ഒരു ബ്രേക്ക് ഈവൻ ചാർട്ട് കണ്ടുപിടിക്കണം. എന്തിനാണ് നമ്മൾ ബ്രേക്ക് ഈവൻ ചാർട്ട് കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ ഓരോ പോയിന്റിലും ബിസിനസ് എത്രയാണ് സെയിൽസ് കിട്ടിയത്, ടോട്ടൽ കോസ്റ്റ് എത്രയാണ് കിട്ടിയത്, വേരിയബിൾ കോസ്റ്റ് എത്രയാണ് കിട്ടിയത്, ഇങ്ങനെ അറിയാനാണ് ഒരു ബ്രേക്ക് ഈവൻ ഒരു ടേബിൾ ഉണ്ടാക്കുക. ഈ ബ്രേക്ക് ഈവൻ ടേബിളിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്തോ വരയ്ക്കുക, ബ്രേക്ക് ഈവൻ ചാർട്ട് വരയ്ക്കുക. അതായത് ബ്രേക്ക് ഈവൻ ടേബിൾ ആദ്യം നമ്മൾ ഉണ്ടാക്കും, അത് കഴിഞ്ഞാൽ നമ്മളത് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് എടുത്ത് വെക്കുക, എന്നിട്ട് വേണം അത് ചെയ്യാൻ. ഓക്കെ, ഇതിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതിൽ സെയിൽസ് വാല്യൂ എത്രയാണെന്ന് വന്നിരിക്കുന്നത്, സെയിൽസ് വാല്യൂ 800 യൂണിറ്റ്സ് ആണ്. നമ്മൾ ഈ 800 യൂണിറ്റ്സിനെ നമ്മൾ ഓരോ 100 യൂണിറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ അതായത് ആദ്യത്തെ യൂണിറ്റ് 100th യൂണിറ്റ്, 200th യൂണിറ്റ്, 300th യൂണിറ്റ്, 400th യൂണിറ്റ്, 500th യൂണിറ്റ്, 600th യൂണിറ്റ്, 700th യൂണിറ്റ്, 800th യൂണിറ്റ്, ഇങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഓരോ വാല്യൂസും കണ്ടുപിടിച്ചാണ് ഗ്രാഫ് വരയ്ക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയാണ് ഞാൻ ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യം സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കും, പിന്നെ വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ സെയിൽസ്, ഇങ്ങനെ ഒരു ടേബിൾ നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യണം. അതായത് നമ്മൾ 800 യൂണിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഓരോ യൂണിറ്റ്സും നമ്മൾ 100 വെച്ച് ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ യൂണിറ്റ് 100th യൂണിറ്റ് ആയിരിക്കും, രണ്ടാമത്തെ യൂണിറ്റ് 200th യൂണിറ്റ് ആയിരിക്കും, മൂന്നാമത്തെ 300th യൂണിറ്റ്, നാലാമത്തെ 400, അഞ്ചാമത്തെ 500, 600, 700, 800th യൂണിറ്റ്.
അപ്പോൾ ഇത് ആർക്കും ഡൗട്ട് ഇല്ലാന്ന് തോന്നുന്നു. നമ്മൾ 800 യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ 800 യൂണിറ്റ്സിനെ നമ്മൾ 100 വെച്ച് ഡിവൈഡ് ചെയ്താണ്. 100th യൂണിറ്റ്, 200th യൂണിറ്റ്, 400 യൂണിറ്റ്, 500 യൂണിറ്റ്, 600 യൂണിറ്റ്, 700 യൂണിറ്റ്. അടുത്തത് നമ്മൾ വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ വേരിയബിൾ കോസ്റ്റിൻ്റെ പറ്റി എന്തെങ്കിലും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ₹7. അപ്പോൾ നമ്മൾ വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസ് യൂണിറ്റ് വാല്യൂ ഇൻറ്റു വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് ഫോർമുല. അപ്പോൾ നമ്മൾ ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ നമുക്ക് ഓരോ പോയിന്റിലെയും വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എഴുതുകയാണ് ഇക്വേഷൻ, സെയിൽസ് യൂണിറ്റ് വാല്യൂ ഇൻറ്റു വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. അപ്പോൾ ഇത് സെയിൽസ് യൂണിറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്ന ഈ വാല്യൂസ് ആണ് സെയിൽസ് യൂണിറ്റ് വാല്യൂ. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് പറഞ്ഞാൽ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് എത്ര രൂപ തന്നിട്ടുണ്ട്. നമ്മളവിടെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എത്ര തന്നിട്ടുണ്ട്, ₹7 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ 7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഈ വേരിയബിൾ കോസ്റ്റിൻ്റെ മണ്ടയിൽ ഞാൻ 7 എന്ന് എഴുതുകയാണ്. നമുക്ക് മൾട്ടിപ്ലൈ സാധിക്കും. അപ്പോൾ ആദ്യത്തെ ഇത് നമ്മൾ എന്ത് ചെയ്യാം, 100 × 7 എത്ര വരും, 700 വരും. അതേപോലെ 200 × 7 1400 എന്ന് വരും. അടുത്തത് 300 × 7 2100 എന്ന് വരും. അത് കഴിഞ്ഞാൽ 400 × 7 2800 എന്ന് വരും. അത് കഴിഞ്ഞാൽ 500 × 7 3500 എന്ന് വരും. അത് കഴിഞ്ഞാൽ 600 × 7 4200 എന്ന് വരും. അത് കഴിഞ്ഞാൽ 700 × 7 4900 എന്ന് വരും. അടുത്തത് 800 × 7 5600 എന്ന് വരും. അപ്പോൾ ഇത്ര ആർക്കും ഡൗട്ട് ഇല്ലാന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കുക. ഫിക്സഡ് കോസ്റ്റിൻ്റെ വാല്യൂ എത്ര നോക്കാം. ഈ ക്വസ്റ്റ്യനിലെ ഫിക്സഡ് കോസ്റ്റിനെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? ഉണ്ട്. ഫിക്സഡ് കോസ്റ്റിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാ, 1500. നമ്മൾ ഫിക്സഡ് കോസ്റ്റ് പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഫിക്സഡ് കോസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്, വാല്യൂ ഫിക്സഡ് കോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് എല്ലാ വർഷവും അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് ഒരിക്കലും ചേഞ്ച് ചെയ്യത്തില്ല. അപ്പോൾ അത് ഓരോ വർഷവും ഫിക്സഡ് കോസ്റ്റിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും, 1500 ആയിരിക്കും. നമ്മളിവിടെ നോക്കിയായിരുന്നു, ഫിക്സഡ് കോസ്റ്റിൻ്റെ വാല്യൂ 1500 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാ വർഷവും 1500 തന്നെ ആയിരിക്കും ഫിക്സഡ് കോസ്റ്റിൻ്റെ വാല്യൂ. ഇവിടെ 1500 തന്നെ ആയിരിക്കും. അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം, ടോട്ടൽ കോസ്റ്റ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ പഠിച്ചപ്പോഴൊക്കെ പറഞ്ഞു, ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് ആണ്. ഈ ഇക്വേഷൻ നമ്മൾ ഒരിക്കലും മറക്കില്ല, വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കും. അപ്പോൾ ഇതിൻ്റെ താഴെ ഞാൻ എഴുതുകയാണ്, TC അതായത് ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു VC പ്ലസ് FC, അതായത് വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ ഇവിടെ നോക്കുക, വേരിയബിൾ കോസ്റ്റ് 700 ആണ്, ഇവിടെ 1500 ആണ്. 700 പ്ലസ് 1500 എന്ന് എഴുതുക, എത്ര വരും, 2200 വരും. അതേപോലെ ഇവിടെ ആണെങ്കിൽ 1400 പ്ലസ് 1500 എഴുതുക, എത്ര വരും നമുക്ക്, 2900 വരും. അങ്ങനെ ഇവിടെ ആണെങ്കിലോ 2100 പ്ലസ് 1500 വരുമ്പം എത്ര വരും, 3600 വരും. പിന്നെ ഇവിടെ ആണെങ്കിലോ 2800 പ്ലസ് 1500 വരുമ്പോൾ എത്ര വരും, 4300 വരും. അതുപോലെ ഇവിടെ 3500 പ്ലസ് 1500 എത്ര വരും, 5000 വരും. അതേപോലെ 4200 പ്ലസ് 1500 വരുമ്പോൾ ഇവിടെ 5700 വരും. അതേപോലെ ഈ 4900 പ്ലസ് 1500 ആഡ് ചെയ്യുമ്പോൾ എത്ര വരും, ഇവിടെ നമുക്ക് കിട്ടുന്ന 6400 ആയിരിക്കും. അതേപോലെ നമ്മൾ ഇവിടെ 5600ഉം
1500 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 7100 ആയിരിക്കും. അപ്പോൾ നമുക്കിത് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ വാല്യൂ കണ്ടുപിടിക്കുക. അത് തന്നെ ടോട്ടൽ സെയിൽസ് കണ്ടുപിടിക്കാം. നമുക്ക് ടോട്ടൽ സെയിൽസിൻ്റെ വാല്യൂ പറ്റി എന്തെങ്കിലും തന്നിട്ടുണ്ടോ നോക്കാം. ഇവിടെ ടോട്ടൽ സെയിൽസ് തന്നിട്ടില്ല, പക്ഷേ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സെയിൽസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? ടോട്ടൽ സെയിൽസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? സെയിൽസ് ഇൻ യൂണിറ്റ് വാല്യൂ ഇൻറ്റു എന്തായിരിക്കും? സെയിൽസ് ഇൻ യൂണിറ്റ് വാല്യൂ ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ആയിരിക്കും. ഈ ഇക്വേഷൻ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുക. അതായത് സെയിൽസ് ഇൻ യൂണിറ്റ് വാല്യൂ ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് നമുക്ക് എത്രയാണെന്നറിയാം? ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് ₹10 ആണ്. നമ്മളിവിടെ ₹10 എന്ന് ഞാനിവിടെ എഴുതുകയാണ് ബ്രാക്കറ്റിൽ. ഞാനിവിടെ ഇതേപോലെ ഒന്നും എഴുതുന്നില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് മൾട്ടിപ്ലൈ. ഇതാണ് 100 യൂണിറ്റ് വാല്യൂ. 100 ഇൻറ്റു 10 എത്ര വരും? 1000 വരും. ഇവിടെയാണെങ്കിലോ 200 ഇൻറ്റു 10 2000. അങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 300 ഇൻറ്റു 10 3000 വരും. 400 ഇൻറ്റു 10 4000 വരും. 500 ഇൻറ്റു 10 5000 വരും. 600 ഇൻറ്റു 10 6000 വരും. 700 ഇൻറ്റു 10 7000 വരും. 800 ഇൻറ്റു 10 8000 വരും. ഇനി നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത ഗ്രാഫ് കൊണ്ട് വേണം നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത ടേബിൾ കൊണ്ട് വേണം നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ. നമ്മൾ ശ്രദ്ധിക്കുക, ഈ വാല്യൂസ് എല്ലാം നമ്മൾ ശ്രദ്ധിച്ച് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. കാര്യം മാറിപ്പോകല്ലോ. നിങ്ങൾക്ക് കാൽക്കുലേഷൻ മനസ്സിലാവാനാണ് ഞാനിങ്ങനെ എഴുതിയത്. പക്ഷേ നമുക്ക് എക്സാമിനൊക്കെ എഴുതുമ്പോൾ ഇങ്ങനെ 700/7 എന്ന് എഴുതണ്ട, നമ്മൾ ഡയറക്റ്റായിട്ട് എഴുതിയാലും മതി. ഈ നമ്മളെ കണ്ടുപിടിച്ച ആൻസർ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുകയാണ്. കാര്യം നമുക്ക് പെട്ടെന്ന് നോക്കാൻ വേണ്ടില്ല. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ആദ്യം ഞാൻ ഇത് ഒരു ഗ്രാഫാണ്, നമുക്കിത് റെപ്രസെൻറ്റ് ചെയ്യണം. ഞാൻ ആദ്യം കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞായിരുന്നു, നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് എന്തായിരുന്നു? നമ്മൾ റഫായിട്ട് പഠിച്ചപ്പം ഇവിടെ പറഞ്ഞായിരുന്നു. ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് ഫിക്സഡ് കോസ്റ്റിനെ വേണം നമ്മൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ. ഫിക്സഡ് കോസ്റ്റ് വരച്ചതിന് ശേഷം വേണം നമ്മൾ ബാക്കി ഗ്രാഫ് വരയ്ക്കാനെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ആദ്യം ഫിക്സഡ് കോസ്റ്റിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 1500. നമ്മൾ ഗ്രാഫിക്കലി നോക്കുമ്പോൾ എത്രയാണ്? 1500 ആണ് ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് നമുക്ക് അറിയാം. ഫിക്സഡ് കോസ്റ്റ് 1500 ആണ്. അപ്പോൾ 1500 ഗ്രാഫിക്കലി എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് വരും. ഈ പോയിന്റാണ് 1500 വരിക. അപ്പോൾ നമുക്ക് എവിടെയൊക്കെ 1500 ഉണ്ടെന്ന് നോക്കാം ആദ്യം. അപ്പോൾ ആദ്യം 100th ഇതുണ്ടല്ലോ, 100th യൂണിറ്റ് നമ്മൾ സെയിൽസ് വാല്യൂവിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഓരോ വാല്യൂസ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുക, സെയിൽസ് വാല്യൂ 100. സെയിൽസ് വാല്യൂ ഈ കിടക്കുന്ന 100ന് ഓപ്പോസിറ്റ് ആണ് 1500. 200ന് ഓപ്പോസിറ്റ് ആണ് 1500. 300ന് ഓപ്പോസിറ്റ് ആയിരിക്കും 1500. അപ്പോൾ നമ്മൾ ഓരോ യൂണിറ്റിനുമാണ് ഓരോ വാല്യൂ മാർക്ക് ചെയ്യുന്നത്. അതായത് 100th യൂണിറ്റിൻ്റെ ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 1500. 200th യൂണിറ്റിൻ്റെ ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 1500. 300th യൂണിറ്റിൻ്റെ ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 1500. 400th യൂണിറ്റിൻ്റെ ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 1500. 500th യൂണിറ്റിൻ്റെ ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 1500. നമ്മൾ അങ്ങനെ മാർക്ക് ചെയ്യണം. അപ്പോൾ നോക്കുക, 100th നിങ്ങൾ ഇത് വരയ്ക്കുമ്പോൾ നിങ്ങൾ ടേബിൾ എടുത്ത്, ഞാൻ ഈ വരച്ച ടേബിൾ നിങ്ങളെ കയ്യിൽ കാണണം. എന്നിട്ട് നോക്കുക, ഈ ടേബിൾ കയ്യിൽ നോക്കിയിട്ട് വേണം നമ്മളിത് വരയ്ക്കാൻ. അപ്പോൾ 100th യൂണിറ്റിൽ എത്രയാണെന്ന് പറഞ്ഞാൽ 100th യൂണിറ്റിലെ ഫിക്സഡ് കോസ്റ്റ് 1500. ഇവിടെ ആയിട്ട് വരും അല്ലേ 1500. 1500 നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. അടുത്ത 200th യൂണിറ്റിലെ ഫിക്സഡ് കോസ്റ്റും 1500. 300th യൂണിറ്റിലും ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 300th യൂണിറ്റിൽ ഫിക്സഡ് കോസ്റ്റ് 1500 തന്നെയാണ്. 1500. 400th യൂണിറ്റിലും 1500. 500th യൂണിറ്റ്സിലും 1500. 600th യൂണിറ്റിലും 1500. 700th യൂണിറ്റിലും 1500. 800 യൂണിറ്റിലും 1500. ഇവിടെ എല്ലാം 1500 ആണ്. അപ്പോൾ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് നമുക്ക് കിട്ടി. ഞാനിത് വരയ്ക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടൂല, നിങ്ങൾ സ്കെയിലിട്ട് വരയ്ക്കുമ്പോൾ കിട്ടും. എനിക്കിത് വരയ്ക്കുന്നതിന് കുറേ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ 1500 സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യും. എന്നിട്ട് അതിനെ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ എഴുതി വയ്ക്കും. അപ്പോൾ നമുക്കിത് ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലാന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്തതിന് ശേഷം
നമ്മൾ അതിനെ ജോയിൻ ചെയ്ത് വരയ്ക്കും. കാര്യം 100th യൂണിറ്റിലും 1500, 200th യൂണിറ്റിലും 1500, 300th യൂണിറ്റിലും 1500 ആണ്, 400th യൂണിറ്റിലും 1000, 500th യൂണിറ്റിലും 1500 ആണ്, 600th. അത് നമ്മൾ ശ്രദ്ധിച്ച് അത് പ്ലോട്ട് ചെയ്തതിന് ശേഷം ആ ഗ്രാഫ്, ആ ഒരു പ്ലോട്ട്സ് എല്ലാം അല്ലെങ്കിൽ ആ ഡോട്ട്സ് എല്ലാം നമ്മളൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കും. ഫിക്സഡ് കോസ്റ്റ് വരച്ചു. ഇനി അടുത്ത് നമ്മൾ ഫിക്സഡ് കോസ്റ്റിൻ്റെ മണ്ടയിൽ എന്തോ വരയ്ക്കണമെന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. ഇനി വരയ്ക്കേണ്ടത് ടോട്ടൽ കോസ്റ്റ് ആണ് വരയ്ക്കേണ്ടത്. അപ്പം നമുക്ക് ടോട്ടൽ കോസ്റ്റ് ആദ്യം മാർക്ക് ചെയ്യാം. അപ്പം നോക്കുക, ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഓരോ യൂണിറ്റ് നോക്കുക. 100th യൂണിറ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് ആദ്യം നോക്കുക. എത്ര വന്നു? 2200. 200th യൂണിറ്റിൻ്റെ കോസ്റ്റ് എത്ര, ടോട്ടൽ കോസ്റ്റ് എത്ര വന്നു നോക്കുക. 200th യൂണിറ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് 2900 വന്നു. അതായത് 300th യൂണിറ്റിൻ്റെ കോസ്റ്റ് 3600. 400th യൂണിറ്റിൻ്റെ കോസ്റ്റ് എത്ര വന്നു? 4300. 500th യൂണിറ്റിൻ്റെ കോസ്റ്റ് 5000 വന്നു. 600th യൂണിറ്റിൻ്റെ കോസ്റ്റ് 5700 വന്നു. 700th യൂണിറ്റ് 6400 വന്നു. 800th യൂണിറ്റിൻ്റെ കോസ്റ്റ് 7100 ആണ് ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ ഇത് നമ്മൾ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുക, എന്നിട്ട് അത് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് അതിലോട്ട് പോകാം. അപ്പോൾ ആദ്യം ഞാൻ ഈ പറഞ്ഞ വാല്യൂസ് എല്ലാം നിങ്ങൾ ഗ്രാഫിക്കലി നോക്കുക. ആദ്യം 100th യൂണിറ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 100 എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിട്ട് വരും. 100ൻ്റെ ടോട്ടൽ കോസ്റ്റ് 2200. ഞാനിതാ ഇവിടെ മാർക്ക് ചെയ്യുക. കാര്യം എനിക്കിത് മാർക്ക് ചെയ്യാൻ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. ഇത് സ്കെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് കറക്റ്റായിട്ട് വരയ്ക്കുന്നതിന് എനിക്ക് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. നിങ്ങൾ ആ ടെക്സ്റ്റിൽ അത് കറക്റ്റായിട്ട് വരച്ചാൽ മതി. നമ്മൾ ഈ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൻ്റെ മണ്ടയിലൂടെ ആയിരിക്കും വരയ്ക്കുന്നത്. ഞാൻ പ്ലോട്ട് ചെയ്തു നോക്കാം. ഈ ഫിക്സഡ് കോസ്റ്റിൻ്റെ മണ്ടയിലാണ്. ഇത് ഞാൻ ജോയിൻ ചെയ്തൊന്ന് പോയാൽ മതി. അപ്പം ആദ്യം ഞാൻ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞാൽ 200th യൂണിറ്റിൽ എത്രയാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് നോക്കുക. ഫിക്സഡ് കോസ്റ്റ് അല്ല, ടോട്ടൽ കോസ്റ്റ് നോക്കുക. 200th യൂണിറ്റിൽ 2900 ആണ്. നമ്മളിവിടെ നോക്കുക 2900. നമ്മളിവിടെ നേരത്തെ നോക്കിയതാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറഞ്ഞെന്നുള്ളൂ. 200th യൂണിറ്റിൽ 2900. ആദ്യം നമ്മൾ 200th യൂണിറ്റിൽ വന്നു. 200th യൂണിറ്റിൽ 2900. അപ്പോൾ ഇവിടം വരെ 2500 ആണ്. ഇവിടെ ആയിട്ട് വരും 2900. 2900 മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് 300th യൂണിറ്റ് എടുക്കുക. 300th യൂണിറ്റിൽ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 3600 ആണ്. 300th യൂണിറ്റിൽ 3600. ഇത് 3500. ഇവിടെ ആയിട്ട് വരും 3600. അത് കഴിഞ്ഞാൽ 400th യൂണിറ്റിൽ എത്രയാണ് നോക്കുക. 4300 ആണ്. 400th യൂണിറ്റിൽ 4300. ഇവിടെ 4000, ഇവിടെ ആയിട്ട് വരും 4300. അപ്പം നിങ്ങൾ സ്കെയിലിട്ട് വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഞാനിത് പ്ലോട്ട് ചെയ്യുന്നതിൽ എനിക്ക് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. കാര്യം സ്കെയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ. അത് കഴിഞ്ഞാൽ 500th യൂണിറ്റിൽ നമുക്ക് എത്ര വരും നോക്കാം. 500th യൂണിറ്റിൽ കറക്റ്റ് എത്ര വരും ടോട്ടൽ കോസ്റ്റ് ഞാൻ നോക്കുക. 500th യൂണിറ്റിൽ ടോട്ടൽ കോസ്റ്റ് എത്ര വരും? 5000 അല്ലേ ടോട്ടൽ കോസ്റ്റ് വരുന്നത്. നമ്മൾ 5000 ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുക. ഇവിടെ 500th യൂണിറ്റ്, ഇതിൻ്റെ ഗ്രാഫിക്കലി 5000 വരും. അത് കഴിഞ്ഞാൽ 600th യൂണിറ്റിൽ 5700 വരും. 600 യൂണിറ്റ് ഇതാണ്. ഇവിടെ 5700 വരും. ഓക്കെ, അടുത്ത 700th യൂണിറ്റിൽ എത്ര വരും? 6400 വരും. 6000 തോന്നുന്നു. 6400. അതിന് 800th യൂണിറ്റിൽ ടോട്ടൽ കോസ്റ്റ് എത്ര വരും? 7100 വരും. 7100. അപ്പം ഞാനിങ്ങനെ ഡോട്ടർ ലൈൻസ് ആയിട്ടാണ് ഇത് മാർക്ക് ചെയ്തത്. ഇതിനെല്ലാം നിങ്ങൾ എന്തോ സ്കെയിലിട്ട് ജോയിൻ ചെയ്യണം. എനിക്കിത് സ്കെയിലിട്ട് ജോയിൻ ചെയ്യാൻ പറ്റില്ല. കാര്യം കൈയിട്ട് വരയ്ക്കാൻ പറ്റും. സ്കെയിലിട്ട് ജോയിൻ ചെയ്ത് തെറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ സ്കെയിലിട്ട് ജോയിൻ ചെയ്തില്ല. നിങ്ങളുടെ നോട്ടിൽ വരയ്ക്കുമ്പോൾ സ്കെയിലിട്ട് ജോയിൻ ചെയ്യുക. ഇതെന്തോ നമ്മൾ മാർക്ക് ചെയ്യും? ടോട്ടൽ കോസ്റ്റ് എന്ന് മാർക്ക് ചെയ്യും. ടോട്ടൽ കോസ്റ്റ്. ഇനി അടുത്ത് നമ്മൾ ടോട്ടൽ സെയിൽസ് വാല്യൂ മാർക്ക് ചെയ്യാം. ടോട്ടൽ സെയിൽസ് വാല്യൂ മാർക്ക് ചെയ്യാം. ടോട്ടൽ സെയിൽസ് വാല്യൂ മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം നോക്കുക. ടോട്ടൽ സെയിൽസ് വാല്യൂ എന്ന് പറയാം ഈ 100th യൂണിറ്റിന് ടോട്ടൽ സെയിൽസ് വാല്യൂ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുക ഈ 100th യൂണിറ്റിൻ്റെ സെയിൽസ് വാല്യൂ നോക്കുക. കറസ്പോണ്ടിങ് സെയിൽസ് വാല്യൂ 1000 ആണ്. അതേപോലെ 200th യൂണിറ്റിൻ്റെ കറസ്പോണ്ടിങ് സെയിൽസ് വാല്യൂ എത്രയാണ്? 2000 ആണ്. 300th യൂണിറ്റിൻ്റെ
കറസ്പോണ്ടിങ് സെയിൽസ് വാല്യൂ 3000. അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യും. അങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സെയിൽസ് വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ നോക്കാം, സെയിൽസ് വാല്യൂ എപ്പോഴും നമ്മൾ ഈ സീറോയിലെ ഈ പോയിന്റിൽ നിന്ന് വേണം വരയ്ക്കുക. സീറോയിൽ നിന്ന് വേണം നമ്മൾ സെയിൽസ് വാല്യൂ വരയ്ക്കേണ്ടതായിട്ട്. അപ്പോൾ ആദ്യത്തെ സെയിൽസ് വാല്യൂ നോക്കാം. 100th യൂണിറ്റിൻ്റെ സെയിൽസ് വാല്യൂ എത്രയാണ്? 1000 ആണ്. 100th യൂണിറ്റിൻ്റെ സെയിൽസ് വാല്യൂ 1000 ആണ്. അത് കഴിഞ്ഞാൽ 200th യൂണിറ്റിൻ്റെ സെയിൽസ് വാല്യൂ എത്രയാണ്? 2000 ആണ്. 200 ഇതാണ്, 200ൻ്റെ സെയിൽസ് വാല്യൂ 2000. 300ൻ്റെ സെയിൽസ് വാല്യൂ 3000 ആണ്. ഓക്കെ, 300ൻ്റെ സെയിൽസ് വാല്യൂ 3000. 400ൻ്റെ സെയിൽസ് വാല്യൂ 4000. 400 സെയിൽസ് വാല്യൂ 4000. 500ൻ്റെ സെയിൽസ് വാല്യൂ കറക്റ്റ് 5000 ആണ്. നമുക്ക് ഈ പോയിന്റിലാണ് ബ്രേക്ക് 5000. പിന്നെ 600ൻ്റെ കാര്യം ഇവിടെയും 5000, മറ്റേ ടോട്ടൽ കോസ്റ്റിൻ്റെ പോയിന്റും 5000 ആണ്. അപ്പോൾ ഈ പോയിന്റാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. കാര്യം നമ്മൾ ടോട്ടൽ സെയിൽസ് അത് നമുക്ക് വരച്ചിട്ട് നോക്കാം. 600th യൂണിറ്റ് എത്രയാണ്? 600th യൂണിറ്റ് 5000. 600th യൂണിറ്റിൻ്റെ ടോട്ടൽ സെയിൽസ് വാല്യൂ എത്രയാണ്? 6000 ആണ്. അപ്പോൾ അത് മാർക്ക് ചെയ്യുക കറക്റ്റായിട്ട്, 6000. 700th യൂണിറ്റിൻ്റെ സെയിൽസ് വാല്യൂ കറക്റ്റ് 7000 ആണ്. 800th യൂണിറ്റിൻ്റെ സെയിൽസ് വാല്യൂ 8000. നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുക കറക്റ്റായിട്ട്. ഇത് നിങ്ങൾ സ്കെയിലിട്ട് ജോയിൻ ചെയ്യണം, എനിക്കിത് ലിമിറ്റേഷൻ ഉണ്ട്. അതാണ് ഇത് ടോട്ടൽ സെയിൽസ് എന്ന് പറയും. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഒരു പോയിന്റിൽ വെച്ച്, ഈ പോയിന്റിൽ വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ടോട്ടൽ സെയിൽസും ടോട്ടൽ കോസ്റ്റ്, അതായത് ഈ 5000 എന്ന് പറഞ്ഞ പോയിന്റിൽ നമ്മൾ ടോട്ടൽ സെയിൽസും ടോട്ടൽ കോസ്റ്റും രണ്ടും മീറ്റ് ചെയ്യുന്നു. ഈ പോയിന്റാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് നമ്മൾ പറയാം. എന്തോ പറയും? ബ്രേക്ക് ഈവൻ പോയിന്റ്. നമ്മൾ അതിനെ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്ത് ബ്രേക്ക് ഈവൻ പോയിന്റ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴോട്ട് നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് വരയ്ക്കുക. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഈ 500ലോട്ട് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒരു ഡോട്ടഡ് ലൈൻ വരയ്ക്കുക. അതായത് ഔട്ട്പുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് യൂണിറ്റ് വാല്യൂവിലെ ഔട്ട്പുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിങ്ങനെ ഡോട്ടഡ് ലൈൻ വരയ്ക്കുക. അതേപോലെ തന്നെ നമ്മൾ കോസ്റ്റ് ആൻഡ് റവന്യൂവിലെ റുപ്പീസിന് അങ്ങനെ എഴുതിക്കുന്നതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഡോട്ടഡ് ലൈൻ ആയിട്ട് ജോയിൻ ചെയ്യുക. കറക്റ്റ് ഡോട്ടഡ് ലൈനായിട്ട് ജോയിൻ ചെയ്യുക. ഞാനിത് വരയ്ക്കുന്നതിൽ എനിക്ക് കുറേ ലിമിറ്റേഷൻ ഉണ്ട്. കാര്യം സ്കെയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് നോട്ടിൽ വരയ്ക്കുമ്പോൾ ഈ ഡോട്ടഡ് ലൈൻസ് എല്ലാം ജോയിൻ ചെയ്ത് വേണം വരയ്ക്കും കേട്ടോ. ഞാൻ ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വളഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഡോട്ടഡ് ലൈൻസ് ഇട്ടേക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ ജോയിൻ ചെയ്ത് ഇങ്ങനെ നമ്മൾ വരച്ചെന്നേ ഉള്ളൂ. നിങ്ങൾ ഓക്കെ, നിങ്ങൾ ഇതിനെ സ്കെയിലിട്ട് അങ്ങ് ജോയിൻ ചെയ്താൽ മതി. ഇനി നമുക്കൊരു കാര്യം കൂടെ വരയ്ക്കാനുണ്ട്. അതെന്താണ് വരയ്ക്കാനുള്ളത്? ഇനി നമുക്ക് വരയ്ക്കാനുള്ളതാണ് ഒരു കാര്യം കൂടെ വരയ്ക്കാനുണ്ട്. എന്തായിരുന്നു? വേരിയബിൾ കോസ്റ്റും കൂടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാനുണ്ട്. ഗ്രാഫിക്കലി വേരിയബിൾ കോസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വേരിയബിൾ കോസ്റ്റ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത് നോക്കാം. ഇതുപോലെ തന്നെയാണ് സെയിൽസിൻ്റെ വാല്യൂ 100 യൂണിറ്റിൽ എത്ര വേരിയബിൾ കോസ്റ്റ് ഉണ്ടെന്ന് നോക്കാം. 700. 200ൽ എത്ര വേരിയബിൾ കോസ്റ്റ്? 1400. 300ൽ 2100. ഇങ്ങനെ ഇതിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ നോക്കുക, 100 യൂണിറ്റിലെ വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? 700. അപ്പോൾ ഇതിവിടെ 100th യൂണിറ്റിൽ 700. 700 എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് വരും. ഇവിടെ 700. 200th യൂണിറ്റിൽ 1400. 1400 എന്ന് വരുമ്പം ഇത് ഇവിടെ ആയിട്ടൊക്കെ വരും. ഈ 0 എന്ന് തന്നെയാണ് ഇതും തുടങ്ങുന്നത് കേട്ടോ. അത് കഴിഞ്ഞാൽ 300th യൂണിറ്റിൽ എത്രയാണ്? 2100. 2000 ഇവിടെയാണ്, 2100 ഇവിടെ ആയിട്ട് വരും.
അത് കഴിഞ്ഞാൽ 400th യൂണിറ്റിൽ 2800, 400 യൂണിറ്റ് ഇതാണ് 2800. അതിന് 500 യൂണിറ്റിൽ 3500. 3500. and 600th യൂണിറ്റിൽ 4200. 600 യൂണിറ്റ് ഇത് അതിൽ 4200. അത് കഴിഞ്ഞാൽ 700th യൂണിറ്റിൽ 4900. അടുത്തത് 800th യൂണിറ്റിൽ കറക്റ്റ് എത്രയാണ്? 5600. 5600 മാർക്ക് ചെയ്യുക. ഇവിടെ ആയിട്ട് വരും. നമ്മൾ ഇതിനെ ഇനി എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചതിന് ശേഷം സ്കെയിലിട്ട് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. ഇത് എന്നിട്ട് നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്ന് മാർക്ക് ചെയ്യാം. വേരിയബിൾ കോസ്റ്റ്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ മാർക്ക് ചെയ്തു. ഇനിയാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാർക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ പോയിന്റിൽ, അതായത് ഈ ടോട്ടൽ സെയിൽസും ടോട്ടൽ കോസ്റ്റും തമ്മിലുള്ള മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ അവിടുത്തെ ആംഗിളിനെ നമ്മൾ പറയാം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയും. ഈ ആംഗിളിനെ, ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിളിനെ നമ്മൾ എന്ത് പറയും? ആംഗിൾ ഓഫ്, ഇവിടെ രണ്ട് ആംഗിൾ ഫോം ചെയ്യും. ഇതിനെ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയും. ഇനി ഈ ബ്രേക്ക് ഇവൻ പോയിന്റിന് മുകളിലുള്ള പോയിന്റാണ് നമ്മൾ എന്താ പറയാ? ഈ ബ്രേക്ക് ഇവൻ പോയിന്റിന് മുകളിലുള്ള ഈ പോയിന്റിനെ നമ്മൾ പ്രോഫിറ്റ് ഏരിയ എന്ന് പറയും. ഈ പോയിന്റിനെ നമ്മൾ പ്രോഫിറ്റ് ഏരിയ. ഇനി ഈ ബ്രേക്ക് ഇവൻ പോയിന്റ് താഴെയുള്ള ഏരിയയെ ഈ താഴെയുള്ള ഈ ഏരിയനെ നമ്മൾ എന്താ പറയും? ലോസ് ഏരിയ എന്ന് പറയും. ഈ പോയിന്റ് നമ്മൾ ലോസ് എന്ന് റെപ്രസെന്റ് ചെയ്യും. ഈ പോയിന്റ് നമ്മൾ ലോസ് എന്ന് റെപ്രസെന്റ് ചെയ്യും. ഒന്നും കൂടെ, ഈ ഏരിയനെ ലോസ് എന്നും ഈ ഏരിയനെ നമ്മൾ പ്രോഫിറ്റ് എന്നും റെപ്രസെന്റ് ചെയ്യും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ ചാർട്ട് വരയ്ക്കുന്നത്. ഇനി അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ എങ്ങനെയാണ് ബ്രേക്ക് ഈവൻ ചാർട്ട് വരയ്ക്കാന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ ഫിക്സഡ് കോസ്റ്റ് വരയ്ക്കും. അതിനുശേഷം അതിൻ്റെ മുകളിലോട്ട് ടോട്ടൽ കോസ്റ്റ് വരയ്ക്കും. അത് കഴിഞ്ഞാൽ 0 വരെ ആ പോയിന്റിൽ നിന്ന് ടോട്ടൽ സെയിൽസ് വരയ്ക്കും. അത് കഴിഞ്ഞാൽ വേരിയബിൾ കോസ്റ്റും നമ്മൾ ജോയിൻ ചെയ്യും. അങ്ങനെ വേരിയബിൾ കോസ്റ്റും വരയ്ക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ ചാർട്ട് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ബ്രേക്ക് ഈവൻ ചാർട്ട് വരയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആദ്യം നമ്മൾ ഇവിടെ ഫിക്സഡ് കോസ്റ്റ് മാർക്ക് ചെയ്തു, അതിൻ്റെ പ്ലോട്ട് ചെയ്തു. ഫിക്സഡ് കോസ്റ്റ് പ്ലോട്ട് ചെയ്തതിനു ശേഷം ഫിക്സഡ് കോസ്റ്റ് ജോയിൻ ചെയ്യുക. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ കോസ്റ്റ് വരയ്ക്കുക. ഫിക്സഡ് കോസ്റ്റിൻ്റെ മുകളിലായിട്ട് നമ്മൾ ടോട്ടൽ കോസ്റ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് അത് ജോയിൻ ചെയ്യുക. എന്നിട്ട് താഴെ നിന്ന് സെയിൽസ് വാല്യൂ ജോയിൻ ചെയ്യുക. ടോട്ടൽ സെയിൽസും ടോട്ടൽ കോസ്റ്റും മീറ്റ് ചെയ്യുന്ന ആ പോയിന്റാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുക. അതാണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. ഈ ബ്രേക്ക് ഈവൻ പോയിന്റിൻ്റെ മുകളിലോട്ടുള്ള ഈ പോയിന്റിനെ നമ്മൾ അവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യും. ഈ ആംഗിളിനെ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് എന്ന് പറയും. ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യും. ഇത് രണ്ടും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തന്നെയാണ്. പിന്നെ അതിൻ്റെ മുകളിലോട്ടുള്ള പോയിന്റിനെ നമ്മൾ പ്രോഫിറ്റ് ഏരിയ എന്നും പറയും. താഴോട്ടുള്ള ഏരിയനെ നമ്മൾ ലോസ് ഏരിയ എന്നും പറയും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പം നിങ്ങൾക്ക് എന്താണ് ബ്രേക്ക് ഈവൻ ചാർട്ട് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ബ്രേക്ക് ഈവൻ ചാർട്ട് കഴിഞ്ഞു. നമുക്കൊന്നും കൂടെ റിവൈസ് ചെയ്തിട്ട് ഒന്ന് നിർത്താം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ബ്രേക്ക് ഈവൻ ചാർട്ട് വരയ്ക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ആദ്യം ഒരു എക്സ് ആക്സസ് വരയ്ക്കുക. എക്സ് ആക്സസ്, ഇത് വൈ ആക്സസ്. ആദ്യം നമ്മൾ ഫിക്സഡ് കോസ്റ്റ് വരയ്ക്കും. ഫിക്സഡ് കോസ്റ്റ് വരച്ചതിന് ശേഷം ഫിക്സഡ് കോസ്റ്റിൻ്റെ മണ്ടയിലൂടെ നമ്മൾ ടോട്ടൽ സെയിൽസ് വരയ്ക്കും. ടോട്ടൽ കോസ്റ്റ് വരയ്ക്കും. ടോട്ടൽ കോസ്റ്റ്
അത് കഴിഞ്ഞാൽ ഈ 0 പോയിന്റിൽ നിന്ന് നമ്മൾ ടോട്ടൽ സെയിൽസ് വാല്യൂ വരയ്ക്കും. ടോട്ടൽ സെയിൽസും ടോട്ടൽ കോസ്റ്റും മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയാം. ബ്രേക്ക് ഈവൻ പോയിന്റ്. ഈ ബ്രേക്ക് ഈവൻ പോയിന്റ് അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ടോട്ടൽ ലൈൻ വരയ്ക്കും. ഈ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇവിടെ ഒരു ആംഗിൾ ടോട്ടൽ കോസ്റ്റ് ലൈൻ്റെയും ഇത് ടോട്ടൽ സെയിൽസ് ലൈൻ്റെയും ഇടയിൽ ഒരു ആംഗിൾ ഫോം ചെയ്യും. ഈ ആംഗിളാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ബ്രേക്ക് ഈവൻ പോയിന്റിന് മുകളിലോട്ടുള്ള ഈ പോയിന്റ് നമ്മൾ പ്രോഫിറ്റ് ഏരിയ എന്നും ബ്രേക്ക് ഈവൻ പോയിന്റ് താഴെയുള്ള ഈ ഏരിയനെ ലോസ് ഏരിയ എന്നും പറയും. ലോസ് ഏരിയ എന്നും നമ്മൾ പറയും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ജസ്റ്റ് ഇതായിട്ട് പഠിച്ചത്. പിന്നെ ഈ എക്സ് ആക്സിസിലുള്ള പോർഷൻ നമ്മൾ ഔട്ട്പുട്ടും അവിടെ യൂണിറ്റ് ആണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വൈ ആക്സിസിൽ നമ്മൾ കോസ്റ്റ് അല്ലെങ്കിൽ റവന്യൂ ആണ്. കോസ്റ്റ് ഓർ റവന്യൂ, കോസ്റ്റ് ആൻഡ് റവന്യൂ ഏരിയ ആണ് നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. അവിടെ നമ്മൾ കോസ്റ്റ് റുപ്പീസിലാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ അനാലിസിസ്, ബ്രേക്ക് ഈവൻ ചാർട്ട് വരയ്ക്കാനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ബ്രേക്ക് ഈവൻ ചാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഫിക്സഡ് കോസ്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യും. പിന്നെ നമ്മൾ എന്തോ റെപ്രസെൻറ്റ് ചെയ്യും, ടോട്ടൽ കോസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യും. പിന്നെ ഇവിടുന്ന് നമ്മൾ വേരിയബിൾ കോസ്റ്റും കൂടെ വരയ്ക്കും. അത് വിട്ടുപോയി പറയാൻ. വേരിയബിൾ കോസ്റ്റ് അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നമ്മൾ വരയ്ക്കണം. പിന്നെ ടോട്ടൽ കോസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യും, വേരിയബിൾ കോസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യും, പിന്നെ ടോട്ടൽ സെയിൽസ് വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യും, പിന്നെ ബ്രേക്ക് ഈവൻ പോയിന്റിനെ നമ്മൾ മാർക്ക് ചെയ്യും, പിന്നെ ബിസിനസ്സിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബ്രേക്ക് ഈവൻ ചാർട്ടിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ബ്രേക്ക് ഈവൻ ചാർട്ടിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ ഇത്രയും അറിഞ്ഞാൽ ഈ പ്രോബ്ലം നമുക്ക് വ്യക്തമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ താങ്ക് യു.